സിംഹക്കുഴിയിലെ ദാനിയേൽ. ദാനിയേൽ സിംഹക്കുഴിയിൽ ആയ കഥ വിശ്വാസത്തിൻ്റെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും ശക്തമായ തെളിവാണ്. ദാനിയേൽ ദൈവത്തിൻ്റെ ദാസനായിരുന്നു. അദ്ദേഹം ബാബിലോണിൽ രാജാവായ ദാരിയൂസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നു. തൻ്റെ ജ്ഞാനത്തിലും സത്യസന്ധതയിലും വിശ്വസ്തതയിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഇതുമൂലം അദ്ദേഹം ഉന്നത സ്ഥാനത്ത് എത്തി. എന്നാൽ മറ്റു ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് അസൂയപ്പെട്ടു. അവനെതിരെ ചതി ആസൂത്രണം ചെയ്തു. അവർ രാജാവിനെ പ്രേരിപ്പിച്ചു, 30 ദിവസത്തേക്ക് ആരും രാജാവിനെ ഒഴികെ മറ്റൊരു ദൈവത്തെയോ മനുഷ്യനെയോ പ്രാർത്ഥിക്കരുതെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. ഈ നിയമം ലംഘിക്കുന്നവർ സിംഹക്കുഴിയിൽ തള്ളിക്കളയപ്പെടുമായിരുന്നു. എങ്കിലും ദാനിയേൽ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. പതിവ് പോലെ ദിവസം 3 വട്ടം അദ്ദേഹം പ്രാർത്ഥിച്ചു. കൽപ്പന അറിയാമായിരുന്നിട്ടും അദ്ദേഹം അത് ചെയ്തു. ശത്രുക്കൾ അദ്ദേഹത്തെ പിടികൂടി രാജാവിനെ അറിയിച്ചു. രാജാവിന് ദാനിയേലിനെ ഇഷ്ടമായിരുന്നെങ്കിലും നിയമം മാറ്റാനാവാത്തതിനാൽ ദാനിയേൽ സിംഹക്കുഴിയിൽ തള്ളപ്പെട്ടു. രാജാവ് രാത്രി മുഴുവൻ ഉപവസിച്ചു വിഷമിച്ചു. ദാനിയേലിന്റെ ദൈവം അവനെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ രാജാവ് വേഗത്തിൽ സിംഹക്കുഴിയിലേക്ക് ഓടി. ദാനിയേലേ, നീ ജീവനോടെ ഉണ്ടോ എന്ന് വിളിച്ചു. അത്ഭുതമായി ദാനിയേൽ സുരക്ഷിതനായിരുന്നു. ദൈവം തന്റെ ദൂതനെ അയച്ചു സിംഹങ്ങളുടെ വായ അടപ്പിച്ചു എന്ന് അദ്ദേഹം വിശദീകരിച്ചു. തന്റെ ദൈവവിശ്വാസം കാരണം അദ്ദേഹം രക്ഷപ്പെട്ടു. രാജാവ് സന്തോഷിച്ചു. ശത്രുക്കളെ ശിക്ഷിക്കുകയും തന്റെ രാജ്യത്തെ എല്ലാവരും ദാനിയേലിന്റെ ദൈവത്തെ ആദരിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഈ കഥ ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നു. മരണഭീഷണിയിലും ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അദ്ദേഹത്തെ സംരക്ഷിച്ചു. എത്ര വലിയ അപകടം വന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരോടൊപ്പം ദൈവം ഉണ്ടെന്നതാണ് ഈ സംഭവത്തിന്റെ സത്യം. വിശ്വാസം ധൈര്യം നൽകുന്നു. ദൈവത്തിൽ വിശ്വാസം രക്ഷ നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.